ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും, മുരിങ്ങയില വെച്ചിട്ടുള്ള ബജിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിലും മുരിങ്ങയില കഴിക്കാൻ മടിയുള്ള ആൾക്കാരായിരിക്കും, അവർക്ക് ഇഷ്ടമല്ലായിരിക്കും. അപ്പോൾ നമ്മൾക്ക് പിള്ളേരെയൊക്കെ കഴിപ്പിക്കാനായിട്ട് ഇതുപോലെ ബജിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ സൂപ്പറായിട്ട് കഴിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. മുരിങ്ങയിലയുടെ ഗുണങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇല പോലും നമ്മൾ കളയത്തില്ല, അത്രയ്ക്കും ബെനിഫിറ്റ്സ് നമ്മുടെ മുരിങ്ങയിലക്കുണ്ട്. അപ്പോൾ അതൊന്ന് എന്താ പറയുക, ശ്രദ്ധിച്ചിട്ട് നമ്മൾ വീട്ടിൽ കൂടുതലായിട്ടൊക്കെ മുരിങ്ങയില ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ഗ്ലാസ് കടലപ്പൊടിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ്. അതിപ്പോൾ വറുത്തതായാലും അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 1 സ്പൂണോളം മുളക് പൊടിയാണ്. അപ്പോൾ നല്ല എരിവുള്ളതാണ്, അതുകൊണ്ടാണ് 1 സ്പൂണേ ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ 1/2 സ്പൂണോളം കായം പൊടി ആണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു അരമുറി നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ നമ്മൾ ഇതിലോട്ട്, ഉപ്പല്ല പഞ്ചസാര, ഒരു നുള്ള് പഞ്ചസാരയും കൂടെയും ചേർത്ത് കൊടുക്കണം നമുക്ക്. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ഒന്നിച്ച് ഒഴിക്കണ്ട, കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തേച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ കടലപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, ഗോതമ്പ് പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ ബാറ്റർ എടുക്കാനായിട്ട്. അപ്പോൾ ഇതിലോട്ട് ഇതുപോലെ ഓരോ തണ്ട് നമുക്ക് മുരിങ്ങയില എടുത്ത് ഡിപ്പ് ചെയ്ത് പൊരിച്ചെടുക്കാം. പക്ഷേ അത് ഫ്രഷ് ആണെങ്കിലാണ് നമുക്ക് അങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഇലയൊക്കെ കൊഴിഞ്ഞിട്ട് അതിലിരിക്കും. അപ്പോൾ ഞാൻ പിറ്റേ ദിവസമാണ് നമ്മൾ മുരിങ്ങയില പറിച്ച് പിറ്റേ ദിവസമാണ് ഞാൻ ഈ ബജി ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ല, കാരണം നമ്മൾ മാവിൽ മുക്കുമ്പോൾ തന്നെ ഇലയൊക്കെ കൊഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ പറിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ എന്താ പറയുക, ബജി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും. ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇലകൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ അതുപോലെ തന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് കുക്കിംഗ് ടൈമിൻ്റെ ആവശ്യമില്ല, കാരണം ഒന്ന് മുരിങ്ങയിലയാണ്, അതിനൊന്നും ഒരുപാട് സമയമില്ല കുക്കാവാനായിട്ട്. 2 വശവും മറിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ, എന്നാലാണ് ആ ഇലയൊക്കെ നന്നായിട്ട് എന്താ പറയുക മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ. ഞാനിവിടെ എടുത്തേക്കുന്നത് കൂടുതലും തളിരിലയാണ് കേട്ടോ. നമ്മുടെ പുതുതായിട്ട് ഉണ്ടായേക്കണ ഇലകളാണ് ഞാൻ കൂടുതലായിട്ട് എടുത്തേക്കുന്നത്. അവ 2 വശവും കുക്കായി കഴിയുമ്പോൾ നമുക്ക് ഇത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരുപാട് വെളിച്ചെണ്ണ ഇതിലേക്ക് കുടിക്കണില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവണം, ഞാൻ ആദ്യമേ ഒഴിച്ച ആ വെളിച്ചെണ്ണ തന്നെ അവസാനം വരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വെളിച്ചെണ്ണ ഇതിലേക്ക് കുടിക്കണില്ല. അപ്പോൾ കുറച്ച് സോസൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും, അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. മുരിങ്ങയിലാണെന്ന് തന്നെ അവർക്ക് മനസ്സിലാവത്തില്ല കേട്ടോ. അപ്പോൾ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നമുക്ക് ഇതുപോലെ ബജിയൊക്കെ ആയിട്ട് ട്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിള്ളേർ സ്കൂളിൽ നിന്ന് വന്ന ടൈം കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലൊക്കെ ഇങ്ങനെ ബഡ് ചെയ്ത് മുരിങ്ങയൊക്കെ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്ക വീടുകളിലും ഇതുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇതിന് ഒരുപാട് സ്ഥലത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആൾക്കാർ ഡ്രമ്മിലൊക്കെ ഇത് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്, കാരണം ഇലയാണെങ്കിലും മുരിങ്ങക്കായ് കിട്ടിയില്ലെങ്കിലും ഇലയാണെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡ്രമ്മിലും ഗ്രോ ബാഗിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് ആൾക്കാരൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ പറയുക, വീട്ടിൽ വെച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ ഇലയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.